നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേവലം 16 വയസ്സ് മാത്രമുള്ള ലാമിനെ യമാൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാമാസിയിലൂടെ വളർന്നു വന്ന താരം FC ബാഴ്സലോണയുടെ സീനിയർ ടീമിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ലാലിഗയിൽ ആകെ 7 ഗോൾ പങ്കാളിത്തങ്ങൾ ഈ സീസണിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ, സ്പെയിനിന് വേണ്ടിയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ ലാമിനെ യമാലിന് സാധിക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് യമാൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് കാലം ക്ലബിൽ തുടർന്നുകൊണ്ട് ഒരു ഇതിഹാസമായി മാറാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ലാമിനെ യമാൽ പറഞ്ഞിട്ടുള്ളത്. ബാഴ്സയുടെ 10ാം നമ്പർ ജേഴ്സി അണിയാനുള്ള ആഗ്രഹവും ഇദ്ദേഹം പങ്കുവച്ചു. യമാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ബാഴ്സ ആരാധകരോട് പറയാനുള്ളത്, എൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും വേണ്ട. ചാവി, ഇനിയസ്റ്റ, മെസ്സി, പുയോൾ എന്നിവരെ പോലെ ഒരുപാട് കാലം ഇവിടെ തുടർന്നുകൊണ്ട് ഒരു ഇതിഹാസമായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാഴ്സ എനിക്ക് വേണ്ടിയുള്ള ഓഫർ നിരസിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇവിടെ മാത്രമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അൻസു ഫാറ്റി ബാഴ്സയിൽ തുടരാതിരിക്കുകയും ക്ലബ്ബ് എനിക്ക് 10ാം നമ്പർ ഓഫർ ചെയ്യുകയും ചെയ്താൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരിക്കും. ബാഴ്സയുടെ 10ാം നമ്പർ അണിയുക എന്നത് കുട്ടിക്കാലം തൊട്ടേയുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ബാഴ്സയുടെ 10ാം നമ്പർ ജേഴ്സിയോട് ലോകത്തുള്ള ആരും തന്നെ നോ പറയുകയില്ല. പക്ഷെ ഇതെല്ലാം ക്ലബ്ബ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ലാമിനെ യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ബാഴ്സയുമായുള്ള കോൺട്രാക്ട് 2030 വരെ ദീർഘിപ്പിച്ചേക്കുമെന്നുള്ള ഒരു സൂചനയും ഈ ഒരു അഭിമുഖത്തിൽ യമാൽ നൽകിയിട്ടുണ്ട്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി PSG ആയിരുന്നു 200 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ബാഴ്സയ്ക്ക് നൽകിയിരുന്നത്. എന്നാൽ അത് തങ്ങൾ നിരസിച്ചു എന്നുള്ള കാര്യം ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാപോർട്ട തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.